ചാർലി ചാപ്ലിൻ പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ആ ചിരിപ്പിച്ചതൊക്കെ നിങ്ങൾ മറക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളെ വേദനിപ്പിച്ചവരെ മാത്രമേ നിങ്ങൾ ഓർമ്മിച്ചു വെക്കുകയുള്ളൂ. ചുംബനങ്ങളൊക്കെ മാഞ്ഞു പോയില്ലേ, മുറിപ്പാടുകളൊക്കെ എപ്പോഴും ബാക്കിയുണ്ട്. വേദനകളൊക്കെ അതേപോലെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. സ്നേഹം തന്നവരുടെ പേരുകൾ, ഓർമ്മകളൊക്കെ നമ്മൾ നിഷ്കരണം മറന്നു പോവുകയും ചെയ്യും. സ്നേഹിച്ചവരെ ഓർക്കാൻ കഴിയുന്ന കടപ്പാടും സ്നേഹമൊക്കെ ഉള്ളൊരു മനസ്സുണ്ടല്ലോ, അതിനോളം വലുതായ മറ്റൊരു സംഗതി ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മനുഷ്യന് കൊടുക്കുന്നൊരു വിലയാണതെന്ന്. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം വായിച്ചു, ഒരു സംഭവം വായിച്ചു. ഒരു മെഡിക്കൽ കോളേജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്തോ നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണെന്നറിയോ? നിങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെയും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീൻ്റെയും ഒക്കെ ഭാഗത്ത് അവിടെയുള്ള ചെളിയൊക്കെ വൃത്തിയാക്കുന്ന, അഴുക്കൊക്കെ വൃത്തിയാക്കുന്ന, എല്ലാ ദിവസവും വന്ന് അവിടെ ക്ലീനിങ് ജോലി ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ പേര് ആർക്കെങ്കിലും അറിയുമെന്ന്? ഒരൊറ്റ കുട്ടിക്ക് അറിയില്ലായിരുന്നു. ഒരു കുട്ടിക്ക് പോലും ആ ചേച്ചിയുടെ പേരെന്താണെന്ന് അറിയില്ലായിരുന്നു. കാരണം അവരൊക്കെ അവഗണിക്കുന്നൊരു സ്ത്രീയാണത്. അപ്പൊ സൂപ്രണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു, എടാ, നിന്റെയൊക്കെ അഴുക്ക് വൃത്തിയാക്കുന്നൊരു പാവം സ്ത്രീ, നീയൊക്കെ നടന്നു പോകുമ്പോൾ നീയൊക്കെ ബാക്കിയാക്കുന്ന ചെളി ഉണ്ടല്ലോ, ആ ചെളി വൃത്തിയാക്കുന്നൊരു പാവം സ്ത്രീ, അവരുടെ ഒന്നും പേരെന്താണെന്ന് പോലും ചോദിക്കാൻ ഇത്രയും കാലം സമയം കാണാത്ത നീയൊക്കെയാണോ ഡോക്ടറായിട്ട് മനുഷ്യരെ ചികിത്സിക്കാൻ പോകുന്നത്? അവരെല്ലാവരും പോയിട്ട് ആ ചേച്ചിയുടെ പേര് ചോദിക്കുകയാണ്. ആ ചേച്ചി ആനന്ദത്തോടെ പറഞ്ഞു, എൻ്റെ പേര് തങ്കമ്മ എന്നാണ്. സംഭവിച്ച കഥയാണിത്. ഇതാണ് മനുഷ്യന് കൊടുക്കുന്ന വിലയെന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചോക്കോ, നമ്മുടെയൊക്കെ റൂമിൽ ഇങ്ങനെ വേസ്റ്റൊക്കെ ഇടുന്നൊരു കൊട്ടയുണ്ടല്ലോ, നമ്മുടെ ചവറ്റുകൊട്ട എന്ന് പറയുന്ന വേസ്റ്റ് ബിൻ അല്ലേ. നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടുപോയിട്ട് അതിലിടും. നമ്മൾ കൈ കൊണ്ട് തൊടുക പോലുമില്ല, കാലുകൊണ്ട് ഇങ്ങനെ തട്ടുക ചെയ്യുക. അത്രയും നമ്മൾ അവഗണിക്കുന്ന ഒന്നാണത്. ശരി, അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ലായിരുന്നെങ്കിലോ ആ റൂമിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ആ ചവറ്റുകൊട്ടയുടെ ഒരു വിലയുണ്ട്. എങ്കിൽ ഓരോ മനുഷ്യനും ആ മനുഷ്യൻ്റെ ഒരു വിലയുണ്ട്. അതാണാവട്ടെ, പെണ്ണാവട്ടെ, ഒരു ചെറിയ കുട്ടിയാവട്ടെ, ഓരോരുത്തർക്കും അവരവരുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റിയെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ അംഗീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്നാമത്തെ ഘടകതാണ് ഉടപ്പിറപ്പ് എന്നൊരു ഓർമ്മയിലേക്ക് മനുഷ്യനെ ഇങ്ങനെ ക്ഷണിക്കുക എന്നുള്ളതാണ്. ജാതിയും മതമൊക്കെ പിന്നെയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മളൊന്നാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ എന്നാണ് ഖുർആൻ പറഞ്ഞത്. മാതാ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ മാനവ, അങ്ങനെയാണ് ഈ നാട്ടിൽ നിന്ന് കേട്ടത്. ബാന്ധവ മാനവ, മാനവരൊക്കെ ബന്ധുക്കളാണ് എന്നാണ്. രവീന്ദ്രനാഥ ടാഗോർ എപ്പോഴും ഇങ്ങനെ ഏകനീടം എന്നാ പറയാ. ഏകനീടം എന്ന് പറഞ്ഞാൽ ഒരു കിളിക്കൂട് എന്നാണ്. യജുർവേദത്തിലെ ഒരു ശ്ലോകമാണത്. എത്ര ഭവതി ഏകനീടം. എന്താണ് ലക്ഷ്യം? ഒറ്റ ലക്ഷ്യമുള്ളൂ. ലോകം എവിടെയാണ് ഒരു കിളിക്കൂടാകുന്നത്, അതാണ് ലക്ഷ്യം. ഈ രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിൽ ഒരു സർവകലാശാല ആരംഭിച്ചു. ഈ സർവകലാശാല ആരംഭിക്കുമ്പോൾ അദ്ദേഹം ആ സർവകലാശാലയ്ക്ക് കൊടുത്ത പേരെന്താണെന്നറിയോ? വിശ്വഭാരതി എന്നാണ്. എന്താണ്? വിശ്വ പ്ലസ് ഭാരതി. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ്. ഭാരതം എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ്. ഭാരതം എന്നൊരു രാജ്യത്തെ വിശ്വത്തോളം വലുതായി കാണുന്ന കാഴ്ചപ്പാടാണ്. അതല്ലാതെ ഭാരതം എന്നൊരു രാജ്യത്തെ വിശ്വാസത്തോളം ചെറുതായി കാണുന്ന കാഴ്ചപ്പാടല്ലത്. ഭാരതം എന്നൊരു ചെറിയ രാജ്യത്തെ വിശ്വത്തോളം വലുതായി കാണുന്ന കാഴ്ചപ്പാടാണ്. ഭാരതം എന്നൊരു വലിയ രാജ്യത്തെ അവനവന്റെ വിശ്വാസത്തോളം ചെറുതായി കാണുന്ന കാഴ്ചപ്പാടല്ല. ഇതാണ് ഉണ്ടാവേണ്ടത്. യൂണിവേഴ്സൽ എന്ന് പറയുന്ന കാഴ്ചപ്പാട്. അതാണ് സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗങ്ങളിലൊക്കെ കാണുക. യൂണിവേഴ്സൽ എന്നാണ്. നമ്മുടെ സാഹിത്യ അക്കാദമി ഉണ്ടല്ലോ കേന്ദ്രത്തിൽ, കേന്ദ്ര സാഹിത്യ അക്കാദമി, അത് ആരംഭിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ്. എല്ലാ അക്കാദമികളും ആരംഭിക്കുന്നത് നെഹ്റുവിന്റെ കാലത്താണ്. ഈ സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടന ചടങ്ങില് അത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. പ്രതിഭാസമ്പന്നനായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ കണ്ടെത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇദ്ദേഹമാണ് റഷ്യയിലേക്ക് പോയപ്പോൾ സ്റ്റാലിൻ ഇദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് കരഞ്ഞു എന്നാണ്. അത്രയും പ്രൗഢിയുള്ളൊരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഈ രണ്ട് വാക്കുകളെ കുറിച്ച്. ഒന്ന് സാഹിത്യ എന്നുള്ള വാക്കും മറ്റൊന്ന് അക്കാദമി എന്നുള്ള വാക്കും. സാഹിത്യ എന്നുള്ളത് ഹിന്ദിയാണ്,
അക്കാഡമി എന്നുള്ളത് പേർഷ്യൻ വാക്കാണ്. ഒന്ന് ലോക ഭാഷയാണ്, ഒന്ന് ഈ നാട്ടിലെ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഇങ്ങനെ ലോകത്തോട് ബന്ധിപ്പിക്കുക എന്ന വലിയ സ്വപ്നമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതിരുകളെ മായ്ച്ചു കളയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ബംഗ്ലാദേശിനും ദേശീയ ഗാനം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ ദേശീയ ഗാനം എഴുതിയ സമയത്ത് അദ്ദേഹത്തിന്റെ കൈ വരച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് ഈ വരകളൊന്നും പ്രധാനമല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഇതിൻ്റെയൊക്കെ പേരിലാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ പോലെയുള്ള ചെറിയ മനുഷ്യന്മാർക്കുള്ളതാണ്. വലിയ മനുഷ്യന്മാർക്ക് ഇതൊന്നും പ്രധാനമായിരുന്നില്ല. അതുകൊണ്ടാണ് അൽബേനിയയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിച്ച ഒരാളായി മദർ തെരേസ മാറിയത്. അൽബേനിയയിൽ ജനിച്ച ആളാണ്. ഈ അൽബേനിയ എന്ന നാടിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ യുക്തിവാദം അടിസ്ഥാന ദർശനങ്ങളിൽ ഒന്നാണ്. അവിടെ നിന്നാണ് ഒരു മതത്തിന്റെ വാഹകയായി ഇന്ത്യയിലേക്ക് ഒരു സ്ത്രീ വരുന്നത്. അൽബേനിയ എന്നുള്ള നാട് രണ്ടാളുകളാ പുറത്തറിയപ്പെടുക. ഒന്ന് ഇസ്മയിൽ ഖാലിദ് എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്. വേറെ ഒരാൾ ഉണ്ടെങ്കിൽ അത് മദർ തെരേസയാ. അവരെവിടെയാ ജീവിക്കുന്നതെന്നറിയോ? ഇന്ത്യയിൽ, കൽക്കത്തയിലെ തെരുവിലെ കുഷ്ഠരോഗികളായ മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ നെറ്റിയിൽ ഉമ്മ കൊടുത്തിരുന്ന സ്ത്രീയുടെ പേരാണ് മദർ തെരേസ. അവരുടെ ഒരു ആത്മകഥയുണ്ട്. ആ ആത്മകഥയുടെ പേരെന്താണെന്നറിയോ? സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്നാണ്. ദൈവത്തിന് വേണ്ടി, പടച്ചോന് വേണ്ടി എന്തെങ്കിലും ഭംഗിയുള്ള കുറച്ച്. എൻ്റെ സഹോദരന്മാരെ, നമുക്കൊക്കെ ഈ ജീവിതത്തിൽ ബാക്കിയാക്കാനുള്ളത് ശരിക്കും അതാണെന്ന്. എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ. അതാണ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. പടച്ചോന് വേണ്ടി എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ. അതാണ്. നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണോ? നിങ്ങളുടെ മുന്നിൽ കുറേ ഫയലുകളില്ലേ? ഒരു ഫയലെങ്കിലും ഇങ്ങനെ എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കുമ്പോഴേ ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. നിങ്ങളൊരു അധ്യാപകനാണോ? എപ്പോഴും നിങ്ങൾ കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കണം സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. നിങ്ങളൊരു ഡോക്ടറാണോ? എപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കണം സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. മനുഷ്യന് വേണ്ടി, ദൈവത്തിന്റെ മഹാകാരുണ്യത്തിന്റെ വലിയ സ്വപ്നങ്ങൾ വെച്ചിട്ട് മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന സുഹൃതങ്ങളാണ് എന്നൊരാൾ തിരിച്ചറിയൽ. സച്ചിൻ ടെണ്ടുൽക്കറിനെ നിങ്ങൾക്ക് അറിയൂലേ? ഈ ദേശം കണ്ട ഏറ്റവും മഹാനായ ക്രിക്കറ്റ് കളിക്കാരനാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ടെസ്റ്റ് കഴിഞ്ഞിട്ടേ അദ്ദേഹം ഒരു ചെറിയ പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു നല്ല കളിക്കാരനാകുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനാവുന്നത്. ഞാൻ പുറത്താകുമ്പോൾ ഒരു രാജ്യമാണ് പുറത്താകുന്നത് എന്ന് വിചാരിച്ച് ഇങ്ങനെ തലകുനിച്ച് നടന്നിരുന്ന മനുഷ്യന്റെ പേരാണ്, തലകുനിച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റേഡിയം വിട്ടിരുന്ന മനുഷ്യന്റെ പേരാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഒരു രാജ്യത്തെ അത്രയേറെ ഉള്ളിലേറ്റിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കുന്നുണ്ട്. ആ പ്രസംഗം നിറച്ചും മനുഷ്യന്മാരാണ്. അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാര്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള്, അദ്ദേഹത്തിന്റെ കുടുംബക്കാര്, അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ജലി, അദ്ദേഹത്തിന്റെ മക്കൾ, ഇതൊക്കെയാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ്, ഒരു നല്ല കളിക്കാരനാകുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനാകുന്നത്. നമ്മൾ ആരാകുന്നതിനേക്കാളും പ്രധാനമാണ് ആദ്യം ഒരു നല്ല മനുഷ്യനാകുന്നത് എന്ന്. അപ്പോഴാണ് മനുഷ്യനെ നമുക്ക് മനസ്സിലാവുള്ളൂ. മനുഷ്യനെ ഇങ്ങനെ സ്നേഹം കൊണ്ട് പുതപ്പിക്കാൻ കഴിയുള്ളൂ. മനുഷ്യന്റെ നിസ്സഹായതകളെ മനസ്സിലാവുള്ളൂ. കോട്ടയം ജില്ലയിലൊരു ക്രൈസ്തവ പുരോഹിതനുണ്ടായിരുന്നു. കൊച്ചുകുഞ്ഞു ഉപദേശി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ക്രൈസ്തവ ഭക്തിഗാനങ്ങളൊക്കെ എഴുതുന്ന ആളാ. അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരുന്നു, വിശന്നുകൊണ്ട് ആരും ഇതിലെ നടന്നു പോകരുത് കേട്ടോ, വിശക്കുന്നുണ്ടെങ്കിൽ ആ ചെറിയ വീട്ടിലേക്ക് കയറിക്കോളൂ, അതെന്റെ വീടാണ്. ഇന്നും പട്ടിണി കിടക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. ഒരു മനുഷ്യനെങ്കിലും നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ അന്നമൂട്ടുമ്പോഴേ അതാണ്. പണ്ട് സന്ധ്യാനേരത്ത് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഹൈന്ദവ വീടുകളിൽ നിന്ന് കേട്ടിരുന്നൊരു വാക്കുണ്ട്, അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്നാണ് അല്ലേ? അത്താഴ പ്രശ്നിക്കാരായ ഹിന്ദുക്കളുണ്ടോ എന്ന് ഒരൊറ്റ വീട്ടിൽ നിന്നും ചോദിച്ചിട്ടില്ല. അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. വിശപ്പിന് ജാതിയും മതമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. മുഹമ്മദ് നബി പറയുന്നുണ്ട്, എടോ നിന്റെ വീടിനടുത്ത് ഒരാൾ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ നീ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും മക്കത്തേക്ക് ഹജ്ജിനും ഉംറക്കും ഓടുകയും ചെയ്തിട്ട് കാര്യമില്ല. അപ്പുറത്തൊരാൾ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ നീയെങ്ങാനും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ മുഹമ്മദ് നബി പറയാണ്, പിന്നെ എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നീ എന്ന് പറഞ്ഞു നടക്കരുത് കേട്ടോ. ചെറിയ വാക്കല്ലത്. നിന്റെ അയൽപ്പക്കത്ത് വിശന്ന് കിടക്കുന്ന ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതെന്തുണ്ടെന്നറിയോ? ഈ വലിയ വലിയ മനുഷ്യന്മാർക്കൊന്നും ഇതൊന്നും പ്രധാനമല്ലാത്തത് കൊണ്ടാണ്. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാ.
അല്ലേ? വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. ഗാന്ധിജിയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സ്വാതന്ത്ര്യം നേടിയ കാലത്ത് നെഹ്റുവിന് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഒരു കാർ ഫാക്ടറി തുടങ്ങണമെന്ന്. അങ്ങനെ ഗാന്ധിജിയോട് ചെന്ന് പറഞ്ഞു. ഗാന്ധിജി പറഞ്ഞു വേണ്ടാന്ന്. സൈക്കിൾ ഫാക്ടറി തുടങ്ങാൻ പറഞ്ഞു. കാർ ഫാക്ടറി അല്ല ഇന്ത്യക്ക് ഇപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞു. നെഹ്റു കാർ ഫാക്ടറി തുടങ്ങിയില്ല, നെഹ്റുവിൻ്റെ പേരക്കുട്ടിയാണ് തുടങ്ങിയത്, സഞ്ജയ് ഗാന്ധി. അപ്പോഴേക്ക് രാജ്യം ഒരുപാട് മാറിയിരുന്നു. എന്നിട്ട് ജാതിയും മതവും ഒന്നും ഇല്ലാത്ത ആളാണ്, ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണ് നെഹ്റു. എന്നിട്ട് നെഹ്റുവിനോട് ഗാന്ധിജി പറഞ്ഞത് എന്താണെന്നറിയോ? രാജ്യവുമായി ബന്ധപ്പെട്ട എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും ഒരു കാര്യം ആലോചിക്കണം, ആ തീരുമാനം കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് എന്ത് ഗുണമാണുള്ളത് എന്ന്. അങ്ങനെ ഗുണമില്ലെങ്കിൽ ആ തീരുമാനം എടുക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് ബൈബിള് പറയുന്നുണ്ട്, അറ്റ് ദിസ് ലാസ്റ്റ് വൺ എന്ന് പറയും. ഏറ്റവും അവസാനത്തെ മനുഷ്യൻ, ഏറ്റവും അവസാനത്തെ മനുഷ്യനെ കുറിച്ച് പിന്നെയും പിന്നെ ആലോചിച്ച ആളുകൾ. ഈ വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. നിങ്ങൾ കാൾ മാർക്സിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ലോകം കണ്ട വലിയ മനുഷ്യനാണ്. ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് ആ ലൈബ്രറി അടക്കുന്നത് വരെ വായിച്ചിരുന്ന മനുഷ്യനാണ്. ഏറ്റവും ആദ്യം വരും, ലൈബ്രറി അടച്ചിടുന്നത് വരെ വായിച്ചുകൊണ്ടിരിക്കും കാൾ മാർക്സ്. അദ്ദേഹം പറയുന്നുണ്ട്, അടിച്ചമർത്തപ്പെട്ട മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറാകുമായിരുന്നു, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരാളാകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? നല്ല ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ്, പണമില്ലാത്തത് കൊണ്ടാണ്. നല്ല കയ്യിൽ പണമില്ലാത്തത് കൊണ്ട്, ദാരിദ്ര്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ ചികിത്സ കിട്ടാതെ മരിച്ചത്. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതുന്നുണ്ട്, ഞെങ്ങിയും ഞെരുങ്ങിയുമാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും, പണം ഉണ്ടാക്കാനുള്ളൊരു ഉപകരണമാക്കി ഞാൻ എന്നെ മാറ്റൂല. ചെറിയ വാക്കാണോ അത്? അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് യോജിക്കുകയോ വിയോജിക്കുകയൊക്കെ ചെയ്യാം, അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ മനുഷ്യൻ്റെ മഹത്വമുണ്ട്, അതിന് വില കൽപ്പിച്ചേ പറ്റുള്ളൂ. ഈ വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. അതുകൊണ്ട് മതിലുകളൊക്കെ പൊളിയട്ടെ, എന്നിട്ട് പാലങ്ങൾ പണിയട്ടെ. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പാലങ്ങൾ ഉണ്ടാവട്ടെ. മനുഷ്യനെയും തടഞ്ഞു നിർത്തുന്ന എന്തെല്ലാം മതിലുകളുണ്ട്, മനസ്സുകളുടെ ഉള്ളിൽ നമ്മൾ പണിതിട്ടില്ല എല്ലാ മതിലുകളുടെയും ഇഷ്ടിക കഷ്ണങ്ങൾ ഇല്ലാതാവുകയും പാലങ്ങൾ ഉയരുകയും ചെയ്യണം. അവിടെ മാത്രമാണ് സമാധാനമുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവുക.